മത്തായി 16:19 സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. യേശു കർത്താവ് നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെടും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിയപ്പെടും എന്ന് പറയുന്നതിന് മുൻപ് യേശു കർത്താവ് ഒരു കീയെ കുറിച്ച്, ഒരു താക്കോലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആദ്യം അതിനു വേണ്ടിയ ഒരു താക്കോലാണ് അവൻ ആത്മാവിൽ പത്രോസിനെ കൈമാറുന്നത്. ദൈവരാജ്യത്തിന്റെ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഈ താക്കോൽ ആരുടെ പക്കലുണ്ടോ? സ്വർഗത്തിൽ ചിലത് കെട്ടും, ഭൂമിയിൽ കെട്ടുമ്പോൾ അവൻ ഭൂമിയിൽ ചിലത് അഴിക്കുമ്പോൾ സ്വർഗത്തിൽ ചിലത് അഴിയപ്പെടും. അവൻ ഇത് മുഴുവൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ താക്കോൽ കൊണ്ടാണ്. That key is Jesus. ആ താക്കോൽ യേശു കർത്താവാണ്. പത്രോസിന്റെ കയ്യിലേക്ക് ഈ താക്കോൽ യേശു കൈമാറുമ്പോൾ അത് പത്രോസിന് മാത്രം ലഭിച്ച ഒരു കീ ആണെന്ന് കരുതരുത്. യേശു എന്ന താക്കോൽ ആര് വിശ്വസിക്കുന്നോ അവർക്കെല്ലാവർക്കും അവൈലബിൾ ആണ്. ആ കീ കൊണ്ട് പീറ്റർ ചെയ്ത കാര്യം മാത്രം ഞാൻ പറയാം. അപ്പോസ്തല പ്രവൃത്തി 2:38 വായിക്കുമ്പോൾ ഇതാ ഒരു കൂട്ടം ആളുകളോട്, 3000-ലധികം വരുന്ന ഒരു കൂട്ടത്തോട് പത്രോസ് പ്രസംഗിക്കുകയാണ്. ആ ഒറ്റ മെസ്സേജിൽ വേദപുസ്തകം പറയുന്നു, അവന്റെ വാക്ക് കൈക്കൊണ്ട് 3000 പേർ സ്നാനമേറ്റ് അവരോട് കൂടെ ചേർന്നു. കണ്ടോ, 3000 പേരുടെ അകത്തു നിന്ന അവിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ലോക്കിനെ, പൂട്ടിനെ പത്രോസ് അഴിച്ചു കളഞ്ഞു. അവിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പൂട്ടിനെ യേശു എന്ന താക്കോൽ വെച്ച് പത്രോസ് അഴിച്ചു കളയുന്നു. അമ്മയുടെ ഉദരം മുതൽ അനുഭവിക്കുന്ന രോഗാത്മാവെന്ന, ശാപമെന്ന, പാരമ്പര്യ ബന്ധനമെന്ന രോഗക്കെട്ടിനെ യേശുവാകുന്ന താക്കോൽ വെച്ച് പത്രോസ് അഴിച്ചു കളയുന്നു. സഭയ്ക്കകത്ത് അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ച ഒരു കുടുംബത്തെ പത്രോസ് ലോക്ക് ചെയ്യുന്നു. അനന്യാസും സബീറയും പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു. ദൈവത്തിന്റെ ആലയത്തിൽ കൊണ്ടുവരേണ്ട ദശാംശം, ദൈവത്തിന്റെ ആലയത്തിൽ വിതയ്ക്കേണ്ട വിത്ത് വിതയ്ക്കാതെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ വിനിയോഗിച്ചത് പരിശുദ്ധാത്മാവ് പത്രോസിന് മനസ്സിലാക്കിയിട്ട്, നിങ്ങൾക്ക് ആ ചരിത്രം അറിയാം, 2 പേരും അനന്യാസും സബീറയും ആ ആലയത്തിൽ വീണു മരണപ്പെട്ടു എന്നാണ് അപ്പോസ്തല പ്രവൃത്തി 5-ൽ എഴുതിയിരിക്കുന്നത്. അതെ, അവിടെ അവർ ലോക്ക് ചെയ്യപ്പെടുകയാണ്. പീറ്റർ തുറക്കുന്നത് ഞാൻ കാണുന്നു, പീറ്റർ ചിലതിനെ പൂട്ടുന്നത് ഞാൻ കാണുന്നു. ഇത് പത്രോസിന് എവിടെയും ഓപ്പറേറ്റ് ചെയ്യാം, കാരണം താക്കോൽ അവന്റെ കയ്യിലുണ്ട്. He can operate it anywhere. പത്രോസ് ഉപയോഗിച്ച ഈ കീ, ആ കീ യേശുവാണ്. താക്കോൽ യേശുവാണ്, യേശു ദൈവമാണ് എന്ന് എല്ലാ മേഖലകളും, സ്വർഗത്തിൽ നിന്നുള്ള വെളിപ്പെടുത്തൽ, ദൂതന്മാരുടെ വെളിപ്പെടുത്തൽ, യേശു തന്നെ പറഞ്ഞത്, അശുദ്ധാത്മാക്കളുടെ ഡീമനോളജി, ഏഞ്ചലോളജി, ക്രൈസ്റ്റോളജി, all the theology and everything is proving, is confirming Jesus is the key. പിതാവ് വെളിപ്പെടുത്തി. മത്തായി 3:17, Matthew chapter 3 verse 17, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ലൂക്കോസ് 1:32-35 വാക്യങ്ങളിൽ അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് നൽകും. അവൻ ദൈവപുത്രൻ എന്ന്
വിളിക്കപ്പെടും. ഏഞ്ചൽസ്, പിതാവ് പറയുന്നു, ദൂതന്മാർ പറയുന്നു, ഇനി യേശു തന്നെ താൻ പറയുന്നു. യോഹന്നാൻ 10:36, ജോൺ ചാപ്റ്റർ 10:36, ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ അങ്ങനെ പറയുന്നോ? യെസ്. മഹാപുരോഹിതൻ ചോദിച്ചു, ആർ യു സൺ ഓഫ് ഗോഡ്? നീ ദൈവത്തിന്റെ പുത്രനാണോ? അതുവരെ മിണ്ടാതിരുന്ന കർത്താവിന് പറയേണ്ടി വന്നു, യെസ് ഐ ആം. ദൂതന്മാർ പറയുന്നു, he is the son of God. All the heaven says he is the son of God. The demonic realm says he is the son of God. And Jesus himself who said to us, he is the son of God. സ്വർഗ്ഗത്തിലും ഭൂമിക്കും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. I am the key. Key. നിന്റെ വാ കൊണ്ട് തന്നെ നീ എവിടൊക്കെയാ ലോക്കായിരിക്കുന്ന അഴിച്ചുകളാ. In the name of Jesus. എന്നോട് ദൈവം പറയുന്നു, നിന്റെ പ്രാർത്ഥനാ ജീവിതം ലോക്കായിരിക്കുന്നുവോ? നിന്റെ പേഴ്സണൽ പ്രയർ ലൈഫ് ലോക്കായിരിക്കുന്നുവോ? നിനക്ക് ദൈവത്തോടുള്ള ബന്ധം ലോക്കായിരിക്കുന്നുവോ? നിന്റെ ശുശ്രൂഷ എവിടെ ലോക്കായിരിക്കുന്നുവോ? നിന്റെ ഫൈനാൻസ് ലോക്കായിരിക്കുന്നുവോ? നിന്റെ ആരോഗ്യം ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നുവോ? നിന്റെ വാ കൊണ്ട് പറ, in the name of Jesus.